പേര് ഞാൻ പറയാൻ പോകുന്നത് is none other than Ashwal Putran. കോഴിക്കോട് to you. Why did you name that? കോഴിക്കോടിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരാള് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. പലപ്പോഴും വിചാരിച്ചിരുന്നു ഈ പേരൊന്ന് മാറ്റിയാലോ എന്നുള്ള രീതിയിൽ. 2020 കൊറോണ കല്യാണം എന്നൊരു കല്യാണം ചെയ്തു. അത് വമ്പ ഹിറ്റായിരുന്നു. ഈ കണ്ടന്റ് നമ്മൾ ഫേസ്ബുക്കിൽ എടുത്തിടും. ഫേസ്ബുക്കിൽ എടുത്തിട്ട് കഴിഞ്ഞാല് ഇതിന് വിതിൻ ഹവേഴ്സ് നല്ല തെറിവിളി നെഗറ്റീവ് ആയിരിക്കും. നമ്മളൊരു ഗെയിമിലേക്ക് കടക്കുകയാണ്. പേടിപ്പിക്കുന്ന ക്യാരക്ടർ ഏതാ? കുട്ടി വാവാ ബേബി. നിങ്ങൾ ഈസി ആക്കണേ. ഇതൊക്കെ എന്ത് എളുപ്പാ, മരം കാറൊക്കെ തന്നില്ല ഞാൻ. നിങ്ങളുടെ ക്ഷമ ഞാൻ സംസാരിച്ചു. Particularly, നമ്മുടെ ഷോ is based out of കോഴിക്കോട്. ഇതിനെ പറ്റി ഒരു ആപ്റ്റ് ആയ ഒരു ഗസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ ഷോന് വരാൻ പോകുന്നത്. ആൻഡ് ഇവരെ കുറിച്ച് പറയണമെങ്കിൽ ഐ ഹാവ് ടു സേ, നമ്മളൊരു കൂട്ടത്തിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരിക്കുകയാണ്. ആൻഡ് വി ആർ വണ്ടറിങ് ഏത് ഫുഡ് സ്പോട്ടാണ് ഇന്ന് നമ്മൾ പോയിട്ട് ഡിസ്കവർ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ നമ്മള് തീർച്ചയായും ഇവരുടെ പേജാണ് ഏറ്റവും ഫസ്റ്റ് സ്ക്രോൾ ചെയ്യാറ്. This is none other than Ashwal Putran, aka Kozhikode to you. So this person, you have no idea, he's become a face of Namla Kozhikode. Wherever there is offer, there is launches happening, celebrations, inaugurations, startups, this person is there to cheer you on, make sure that you succeed with his presence, and he brings in so much of warmth to our daily life of Kozhikode. So I hope you all get to enjoy this episode as much as we've enjoyed shooting with him. This is a new face of Ashwal Putran. Thank you so much, Ashwal ji, for coming to എല്ലാരും ചൊല്ലുന്നത്. നമ്മളൊരു ചെറിയ കോൺസെപ്റ്റ് ആണ് എല്ലാവരും ചൊല്ലുന്നത്. സോ ഇറ്റ്സ് ബേസ്ഡ് ഔട്ട് ഓഫ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് ടു യു ഇല്ലാതെ എല്ലാവരും ചൊല്ലുന്നത് നമ്മൾക്ക് എല്ലാവരും ഒരു ഇൻകംപ്ലീറ്റ് ആയി തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര വാശിയായിരുന്നു നിങ്ങളെ വേണമെന്ന്. പക്ഷെ മൂപ്പര് കോഴിക്കോടിന്റെ എന്താ പറയാ ഹോസ്പിറ്റാലിറ്റി കാണിച്ചിട്ടോ. ഞാൻ ആ കോള് പോകുമ്പോൾ തന്നെ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് എത്തിയാണ്. അശ്വൽ ജി, വെൽക്കം ടു എല്ലാവരും ചൊല്ലുന്നത്. അശ്വൽ, ഞാൻ അശ്വൽ ജി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. അപ്പൊ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അല്ലേ അശ്വൽ, കോഴിക്കോട് ടു യു ഇസ് നോൺ ടു എവ്രിബഡി ടു ബി ഓണസ്റ്റ്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇറ്റ് ഈസ് എ പൾസ് ഓഫ് കോഴിക്കോട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് ജോയിൻസ് ആണെങ്കിലും ഗോ ടു പ്ലേസസ്, ജെംസ്, ഹിഡൻ അഡ്വെഞ്ചർ സ്പോട്ട്സ് ഒക്കെ നിങ്ങൾ വഴിയാണ് കുറേ പേര് അറിയപ്പെടുന്നത്. But Ashwal Putran is still a mystery for people don't know about you, who's not done a proper research. നമ്മളൊക്കെ നോർമൽ ആദ്മീസ് ആണ്. അശ്വൽ പുത്രൻ എന്ന വ്യക്തി ആരാണ്? നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സ്റ്റോറി പ്ലീസ്. ആദ്യം തന്നെ ഈ കോഴിക്കോട് ടു യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 ആക്ച്വലി ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഗ്രാജുവേഷൻ MBA ആയിരുന്നു. അല്ല, ഗ്രാജുവേഷൻ ഞാൻ ഡിഗ്രി ആയിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ MBA എടുത്തു കോയമ്പത്തൂർ. ആണോ? കോയമ്പത്തൂർ എവിടുന്ന്? PST. ഞാൻ ഹാപ്പി വാലി ബിസിനസ് സ്കൂൾ, ചാവടി. അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വിചാരിക്കുന്ന ഒരു ജോലിയിൽ കയറണം എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ അപ്ലൈ ചെയ്തു. കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ്സ് ഒന്നും അതിനൊന്നും പോയില്ല. ഞാൻ ഇവിടെ IIM അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ IIM അപ്ലൈ ചെയ്തു. അവിടുന്ന് ഞാൻ ആദ്യം കയറുന്നത് അവിടെ ടീച്ചിങ് അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റ്. അപ്പം അതിൽ കയറി 2014 ഞാൻ IIM ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു പ്രൊഫസറിന്റെ അണ്ടറിലായിരുന്നു. മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫസർ ആയിരുന്നു. ആളുടെ കൂടെ ക്ലാസ് എടുക്കാൻ പോവുക, ആളുടെ ഒപ്പം ഇങ്ങോട്ട് വരിക, കുട്ടികളെ മോണിറ്റർ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട്. പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ആ പൊസിഷൻ കംപ്ലീറ്റ്ലി അവര് മാറ്റിയിട്ട് അത് വേറെ പേരിൽ വന്നു, അക്കാഡമിക് അസോസിയേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചിങ് അസിസ്റ്റന്റ് മാറി അക്കാഡമിക് അസോസിയേറ്റ് ആയി. പിന്നീട് അവിടുന്ന് സീനിയർ അക്കാഡമിക് അസോസിയേറ്റ് ആയി. ആ ലെവലിൽ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഇൻക്യുബേഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇൻക്യുബേഷൻ സെന്റർ വെച്ചാൽ അറിയാലോ, പുതുതായിട്ട് വരുന്ന സംരംഭകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ. അപ്പം നേരെ ഒരു 2017 ഒക്കെ ആകുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇൻക്യുബേഷൻ സെന്ററിൽ ഞാന് ഏകദേശം 2023 വരെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ മാനേജർ ആയിട്ടായിരുന്നു ഇൻക്യുബേഷൻ സെന്ററിൽ, മാനേജർ പ്രോഗ്രാംസ്. അതിൽ നിന്ന് ഞാൻ പിന്നെ റിസൈൻ ചെയ്തു. അവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പാഷന് പിന്നാലെ പോയി അവിടുന്ന് ഞാൻ ഇറങ്ങി വന്നു. അപ്പൊ ഈ 2016 ശരിക്കും ഞാന് അന്ന് നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല പല സ്ഥലത്തും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകും, പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പോകും. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ മാക്സിമം അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിടും. അത് ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടെ ഫോട്ടോജനിക്കാണ്, മെയിൻലി ഫോട്ടോസ് മാത്രം. ഫോട്ടോസും #ടാഗ്സും ബേസ് ചെയ്തിട്ടാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്.
അന്ന് വീഡിയോസോ Stories ഉം റീൽസോ ഇല്ല, അങ്ങനത്തെ reel കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അന്ന് നമ്മൾ ഒരു 10K എത്തണമെങ്കിൽ മിനിമം ഒരു 2 കൊല്ലെങ്കിലും എടുക്കും I can ആ ഒരു imagine. ടൈം. അല്ലെങ്കിൽ 100%. ഒരു ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള സെലിബ്രിറ്റിയോ അങ്ങനെ ആരെങ്കിലും ഒരു 0 എന്ന് വരുന്ന ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഒരു 10K എത്തണമെങ്കിൽ കുറച്ച് ടൈം അതെ, എടുക്കും. തീർച്ചയായും. അപ്പൊ അന്ന് അന്ന് നമ്മൾ ഫേസ്ബുക്ക് ആയിരുന്നു, നിങ്ങൾ അതിലും ആക്റ്റീവ് ആയിരുന്നു. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. മെയിൻലി പോസ്റ്റ്. ഫേസ്ബുക്ക് നമ്മൾ പേഴ്സണലി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പേഴ്സണൽ അതെ. ഡാറ്റ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മളിപ്പോൾ എവിടെ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അതിൽ അപ്പാക്കുക, Okay. ഒരു മെമ്മറീസ് ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം കഴിച്ചു എന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത് വിടും. അങ്ങനെയാണ് ഗ്രാജുവലി ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ കൂടാൻ തുടങ്ങി 2017, 18 ആ ഒരു ടൈമിൽ. അങ്ങനെ പതുക്കെ അത് മാറി അതിൽ നിന്നും ചെറിയ ഒരു മോഷൻ മോഡൽ സംഭവം വരാൻ തുടങ്ങി. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ആയിട്ടുള്ള വീഡിയോസ്, Correct. അതിലേക്ക് അപ്പോഴും റീല് വന്നിട്ടില്ല. പിന്നീടാണ് അതിലേക്ക് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നും റീലില്ല, ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലേറ്റർ സ്റ്റേജിൽ റീലായിട്ട് വന്നു സംഭവങ്ങൾ. അതിന് മുമ്പേ നമ്മൾ പോസ്റ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് വീഡിയോ. ആ രീതിയിലാണ് ഇൻസ്റ്റാഗ്രാം. അന്ന് ആ ടൈമിൽ തന്നെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ടിക്ടോക്ക് ഒരു ടീം വേറെ തന്നെ ഉണ്ടാവും. ടിക്ടോക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കുറച്ചുകൂടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നിരുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ടിക്ടോക്ക് പോയതിനു ശേഷം ടിക്ടോക്കിലുള്ള ഫുൾ ടീംസും കൂടെ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒരു ഫുൾ ഗ്രോത്തിൽ അങ്ങോട്ട് പോയി. അതിലേക്ക് പിന്നെ റീല് വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അപ്ഡേറ്റിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തുടക്കം ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് പിന്നെ വീഡിയോ ഇട്ട് ഇങ്ങനെ തുടങ്ങി. പിന്നീട് യൂട്യൂബിലേക്ക് മാറി, പിന്നീട് ഫേസ്ബുക്കിലേക്ക് മാറി. ഇൻസ്റ്റാഗ്രാം 0 റവന്യൂലാണ് തരുന്നത്, ഫേസ്ബുക്ക് നമുക്ക് റവന്യൂ തരും, യൂട്യൂബ് നമുക്ക് റവന്യൂ തരും. ഇങ്ങനെയാണ് റവന്യൂ. ഇൻസ്റ്റാഗ്രാമിലെ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോഷൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന റവന്യൂ. സോ ഇൻസ്പയറിംഗ്. നിങ്ങൾ ഇൻക്യൂബേഷൻ സെന്റർ ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾ പാഷൻ ഡിസ്കവർ ചെയ്യുന്നത് ആക്ച്വലി, അല്ലെ? ഒരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ അടുത്ത സ്പോട്ട് എവിടെയാണ് പോവാൻ പറ്റുന്നത് നോക്കിയിട്ടാണോ അടുത്ത പോസ്റ്റ് ഇടുന്നത് നിങ്ങള്? നമ്മൾ വെച്ച് കഴിഞ്ഞാല് തുടക്കത്തില് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പാഷൻ കൺവേർട്ടഡ് ഇൻടു മണി എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടർഫുൾ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കം നമുക്ക് ഇതിന്റെ പിന്നിലുള്ള ഒരു മണി മോട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്തേ അല്ല. കാരണം അന്ന് നമുക്ക് ഇതിൽ റവന്യൂ ഉണ്ടോ, ഇതിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന പോസ്റ്റ് ഇടുക, അങ്ങനെ സംഭവം. ഫസ്റ്റ് ആയിട്ട് എന്റെ ഒരു പ്രൊമോഷൻ വിളിക്കും നമ്മുടെ ബാർബിക്യൂ നേഷൻ ആണ്, കാലിക്കറ്റുള്ള. പെയ്ഡ് അല്ല, അത് ബാർട്ടർ കൊളാബറേഷൻ ആണ്. നമ്മൾ അന്നത്തെ ടൈമിലൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുകയാണല്ലോ, കൊള്ളാലോ സംഭവം, ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഫുഡ്, കൊള്ളാലോ സംഭവം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അൺലിമിറ്റഡ് ഫുഡ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാനേജർ സംസാരിക്കും, അയ്യോ അത് വ്ളോഗ് അതാണ് പറഞ്ഞ് നമുക്ക് സംഭവങ്ങളൊക്കെ തന്ന്, അപ്പൊ കൊള്ളാം, ഇത് ഐഡിയ കൊള്ളാലോ. അങ്ങനെ നമ്മൾ രണ്ടാമത് ആ വീഡിയോ ഇറങ്ങിയ ശേഷം വീണ്ടും എൻക്വയറി വരാൻ തുടങ്ങി. ഒരു 2018-19 കേട്ടോ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ജസ്റ്റ് വന്നൊന്ന് കവർ ചെയ്യോ, നിങ്ങൾക്ക് ഞങ്ങൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ട്രാവലിംഗ് എക്സ്പെൻസും കിട്ടും, കൊള്ളാലോ, പിന്നെ അങ്ങോട്ട് പോകാലോ എന്നുള്ള രീതിയിലായി. ഫുഡ് ട്രാവലൊക്കെ അങ്ങനെ അതും ചെയ്തു. അങ്ങനെ ചെയ്ത് വന്നപ്പോ ആണ് പിന്നീട് ഒരു ടീം വിളിച്ചിട്ട് ചോദിക്കുന്നു, എത്രയാണ് നിങ്ങളുടെ പേയ്മെന്റ്, നിങ്ങൾ അവിടെ വന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലായത്, ഓ ഇതില് ഒരു പേയ്മെന്റ് എന്ന സംഭവം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്, എല്ലാം കൂടെ സംഭവം കൊള്ളാലോ എന്നുള്ള രീതിയിൽ. ഓ സെറ്റ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഇതേമാതിരി ക്രിയേറ്റേഴ്സ് വളരെ കുറവാണ്. 17-18 വളരെ നമുക്ക് എണ്ണാൻ പറ്റുന്ന ആൾക്കാരുള്ളൂ ക്രിയേറ്റേഴ്സ്. അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നു. ആ ഒരു ലെവലിലാണ് സ്റ്റാർട്ടിങ്. പിന്നീട് നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഇട്ടു തുടങ്ങി, പിന്നീട് യൂട്യൂബിലേക്ക് ഇട്ടു തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ജേർണി തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം 9 to 5 വരെ ഓഫീസിൽ വർക്ക് ചെയ്യും. 5 ആകുമ്പോൾ മൊബൈൽ എടുത്ത് ഇറങ്ങും, എവിടെയെങ്കിലും ലൊക്കേഷനിൽ പോവാം. ആ ടൈമിലൊക്കെ വർക്കിംഗ്. ഞാൻ 2023 ഞാൻ ലെഫ്റ്റ് അടിക്കുന്നത്. അപ്പം 23 വരെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് നമ്മൾ ഈവനിങ് ആകുമ്പോൾ ക്യാമറ ആയിട്ട് ഇറങ്ങും പുറത്തേക്ക്, എന്തൊക്കെ സ്പോട്ട് ഉണ്ട്, ഏതൊക്കെ ഉണ്ട്, നാടൻ സ്പോട്ട്, അത് ഇതൊക്കെ കവർ ചെയ്ത് വന്ന് അങ്ങനത്തെ രീതിയിലാണ് പോയത്. പിന്നീട് എന്തുകൊണ്ട് നമ്മൾ വിചാരിച്ചു ആ സെയിം കണ്ടന്റ് തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ ഇട്ടുകൂടാ, അതുകൊണ്ട് യൂട്യൂബിൽ ഇട്ടുകൂടാ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഇട്ടു, യൂട്യൂബിലേക്ക് ഇട്ടു. കാരണം നമുക്ക് ഇപ്പൊ ഒരാള് ഇപ്പൊ നമ്മളിപ്പം ഒരു ഫുഡ് ബ്ലോഗർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോഗർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ ഏകദേശം കണ്ട് പഠിക്കാനുള്ള ആൾക്കാരുണ്ട്, ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മള് എന്തൊക്കെയാ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസിസിൽ അങ്ങോട്ട് പോവാന്നുള്ള രീതിയിലാണ്. പിന്നീടാണ് ഒരു 2019-20 ആകുമ്പോഴേക്കും കോവിഡ് വന്നു. കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും മൊബൈൽ യൂസേജ് കൂടി.
മൊബൈൽ യൂസേജ് കൂടിയപ്പോൾ കണ്ടന്റ് കണ്ടന്റ് വ്യൂവേഴ്സ് കൂടാൻ തുടങ്ങി, നമുക്ക് ഫോളോവേഴ്സും അതേ രീതിയിൽ തന്നെ കൂടാൻ തുടങ്ങി. യെസ്, അപ്പം പുറത്ത് പോയി ചെയ്യാനൊന്നും കണ്ടന്റ് ഇല്ല. നമ്മളവിടെ മാവിന്റെ ഇല പറിക്കും, ഇവിടുന്ന് ചക്ക, ചിക്കൻ, മറ്റേ ബക്കറ്റ് ചിക്കൻ, ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടും. നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. ഓൾറെഡി മുന്നേ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു കോവിഡ്. നമ്മൾ കോവിഡ് തുടങ്ങുമ്പോൾ എനിക്ക് അറൌണ്ട് ഒരു 100K അടുത്തുണ്ടായിരുന്നു കോവിഡിന്റെ ആ ടൈമില്. അപ്പം കോവിഡ് തുടങ്ങി ആ ഒരു ടൈം ആകുമ്പോഴേക്ക് തന്നെ ഫുഡ് കൊന്നു നിന്നു. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് വന്നതാണ് ഹോം ബേക്കേഴ്സ്. ആ കോവിഡിന്റെ ടൈമില് ഹോം ബേക്കേഴ്സ് ഒരുപാട് കയറി വന്നു. അവർ ഓരോ ദിവസം വീട്ടിൽ ഇങ്ങനെ ബെല്ലടിക്കും, ഓരോരുത്തർ ഓരോ കേക്ക് ആയിട്ട് വരും. അപ്പൊ കോവിഡ് ടൈമിൽ ഞാൻ തോന്നുന്ന ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ അറൌണ്ട് ഒരു 20 കേക്കെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഓരോ ദിവസം ഓരോരോ കേക്ക് ആയിട്ട് വരും. ഞാൻ എന്നിട്ട് ഓരോ വീട്ടിൽ കൊടുക്കുക, അവിടെ ഇവിടെ ഒക്കെ കൊടുക്കും. അങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആ ടൈമിൽ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ കോവിഡിന്റെ ടൈമിലാണ് ഫസ്റ്റ് നമുക്ക് വെഡിങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, വെഡിങ് ഈവന്റ്സ്. അന്നത്തെ വെഡിങ് വെച്ചാൽ അന്ന് കോവിഡിന്റെ മുമ്പത്തെ ഒരു കാറ്ററിംഗും ഇപ്പോഴത്തെ ഒരു കാറ്ററിംഗും എൻ്റർലി ഡിഫറെന്റ് ആണ്. കോവിഡിന്റെ മുമ്പേ നോക്കുകയാണെങ്കിൽ നോർമൽ രീതിയിലുള്ള ഒരു കാറ്ററിംഗ് ആയിരിക്കും ഫുഡ്, അതായത് കുറച്ച് മെനു ഐറ്റംസും കാര്യങ്ങളും ഡീറ്റെയിലും ഒന്നും ഉണ്ടാവില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വെഡിങ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ കോവിഡിന് ശേഷം കാറ്ററിംഗിന്റെ ഒരു സംഭവം വലുതായി, ബുഫേന്റെ എണ്ണൊക്കെ കൂടി, കൗണ്ടേഴ്സിന്റെ എണ്ണൊക്കെ. യെസ് യെസ് യെസ്. അതിനുശേഷം അന്നാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വീഡിയോ ചെയ്ത് കൊടുക്കുന്നത്. 2020 കൊറോണ കല്യാണം എന്നൊരു കല്യാണം ചെയ്തു. അതായത് വരുന്നവർക്കൊക്കെ മാസ്ക് കൊടുക്കുക, കയ്യിൽ ഇത് അടിച്ചു കൊടുക്കുക, ടെമ്പറേച്ചർ നോക്കുക, അങ്ങനത്തെ രീതിയിലുള്ള കല്യാണം. അത് വമ്പ ഹിറ്റ് ആയിരുന്നു വീഡിയോ. അപ്പോൾ അതിനുശേഷം നമുക്ക് അങ്ങനെ ഒരു ഓഡിയൻസിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കല്യാണങ്ങൾ കഴിച്ചു. ഇപ്പൊ ഏകദേശം ഞാനിപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു 300-350 കല്യാണം ഇപ്പൊ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. പല പല അതൊക്കെ ഫുൾ ലക്ഷറി കല്യാണങ്ങളാണ്. അങ്ങനത്തെ എല്ലാ കല്യാണങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ടും ചെയ്തു, ഖത്തറിൽ വരെ പോയിട്ട് നമ്മൾ കല്യാണങ്ങൾ ചെയ്തു. ജലസ് ആണ് ഇതിന്റെ മെയിൻ കാര്യം. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഈ കണ്ടന്റ് നമ്മൾ ഫേസ്ബുക്കിൽ എടുത്തിടും. ഫേസ്ബുക്കിൽ എടുത്തിട്ട് കഴിഞ്ഞാല് ഇതിന് വിതിൻ ഹവേഴ്സ് നല്ല കമന്റ് ബോക്സ് വരും. എല്ലാം തെറിവിളിയും നെഗറ്റീവ് ആയിരിക്കും. എന്താന്ന് വെച്ചാല് എന്തിനാണ് ഇത്രയും പൈസ മുടക്കുന്നത്, ഈ പൈസക്ക് പാവങ്ങളെ സഹായിച്ചൂടെ, അങ്ങനത്തെ രീതിയിൽ സംഭവങ്ങൾ വരും. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ വലിയ വലിയ പൈസ ഉള്ള ആൾക്കാരുടെ കീശയിൽ കിടക്കുന്ന പൈസ ഉണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാണ്. അവിടേക്ക് ഇപ്പൊ ഗുഡ്സിൽ വന്ന ആള്, അവിടെ കൊണ്ടുവന്ന ആള്, മണി സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അതെ അതെ, ഒരാള് കഷ്ടപ്പെട്ട് ഇത്രയും ഏൺ ചെയ്ത് ഇത്ര ഒരു വെൽ ആയിട്ട് ജീവിക്കുന്ന ആൾ എന്തിനാ കല്യാണങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനും ഓരോരോ പരിപാടി നടക്കുമ്പോൾ സ്പെൻഡ് ചെയ്യാനൊക്കെ ഇപ്പോഴുണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പൊ ലാസ്റ്റ് കല്യാണം എടുത്തു കഴിഞ്ഞാലും ഒരു 300 കമന്റ് ഉണ്ടെങ്കിൽ അത് 290 നെഗറ്റീവ് ആയിരിക്കും. അത് വേണം, അത് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ആ വീഡിയോ റീച്ച് കൂടും. അത് കല്യാണത്തിന്റെ മെയിൻലി നമ്മൾ കല്യാണങ്ങൾ നമ്മൾ മെയിൻലി 3 ടൈപ്പാ ചെയ്യാം. ഒന്ന് നമ്മള് കാറ്ററിംഗിന് വേണ്ടിട്ട് ചെയ്യും, അവരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈവന്റിന്റെ ടീമിന് വേണ്ടി ചെയ്യും. മൂന്നാമെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടുകാർക്ക് വേണ്ടി ചെയ്യും. അപ്പൊ വീട്ടുകാർ ഇപ്പം ഗ്രാൻഡ് ആയിട്ട് പരിപാടി നടത്തും, പക്ഷെ 100 ആളെ വിളിക്കുള്ളൂ, പക്ഷെ അവർക്ക് എല്ലാരും കാണിക്കണം ഇത്രയാണ് സംഭവം എന്നുള്ള രീതിയിൽ. അങ്ങനത്തെ രീതിയിലെ സംഭവങ്ങൾ പല പല കണ്ടന്റ് ആയിട്ട് പോകുന്നു. അപ്പം ഇനീഷ്യലി ഫുഡിൽ തുടങ്ങി ഇപ്പൊ നിൽക്കുന്നത് വാട്ട് ഈസ് ന്യൂ എന്നുള്ള ഒരു കാറ്റഗറിയാണ്. പുതിയതായിട്ട് എന്തൊക്കെയുണ്ട്. അല്ലല്ല, ഞാനിപ്പം ആൾക്കാർ ഇപ്പൊ നമ്മളെടുത്ത് ചോദിക്കും, നിങ്ങള് ഇപ്പൊ പരിചയമില്ലാത്ത ആൾക്കാർക്ക് ചോദിക്കും നിങ്ങളിപ്പോ എന്ത് ടൈപ്പ് വ്ളോഗറാണ്, നമ്മളിപ്പോ പറയും വാട്ട്സ് ന്യൂ എന്നുള്ള കാറ്റഗറി, പുതിയതായിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ള രീതിയിൽ. അതിലിപ്പോ എന്തും വരാം. നമ്മളിപ്പോ എടുക്കാറുണ്ട്, ഓട്ടോമോട്ടീവ് എടുക്കാറുണ്ട്, ഫുഡ് എടുക്കാറുണ്ട്, എഡ്യൂക്കേഷൻ എടുക്കാറുണ്ട്, ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ കൂടെ എടുക്കാറുണ്ട്, ആർമി, പോലീസ്, മിനിസ്ട്രി ഒക്കെ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇനീഷ്യലി നിങ്ങൾ ഫുഡ് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ കവർ ചെയ്യുന്നത്, പിന്നെ ഇവന്റ്സ് ആയി. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വീട്ടുകാർക്ക് അറിയോ നിങ്ങൾ വരുന്നുണ്ട് ഈ സ്ഥലത്തേക്ക്? അറിയാം. കാരണം നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് അപ്പാക്കുമ്പോൾ അത് എന്തായാലും പെർമിഷൻ ഇല്ലാതെ അപ്പാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു കണ്ടന്റ് നമ്മളിപ്പോ എടുത്ത് അത് ഭയങ്കര ഹിറ്റായി ഭയങ്കര വൈറലായി എന്ന് വിചാരിക്കാം. അപ്പോഴായിരിക്കും ആ ഒരു പാർട്ടി വരുന്നത്. നിങ്ങൾ പെർമിഷനോട് കൂടിയിട്ടാണോ എന്നെ, ഞാനിപ്പോ ഇവിടെ വരാൻ പാടില്ലാത്ത ഒരാളാണ്, ഞാൻ ഈ റെസ്റ്റോറന്റ് ഇല്ലാത്ത ഒരാളാണ്, അപ്പം എന്നെ ഇവിടെ കാണാൻ പാടില്ല, ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് അടിക്കണം, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്നുള്ള രീതിയിൽ. നമുക്കാണെങ്കിൽ ഡിലീറ്റ് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, ആ വീഡിയോ ചിലപ്പോൾ വ്യൂസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ റെസ്റ്റോറന്റിലാണെങ്കിലും എവിടേക്കാണെങ്കിലും നമ്മള് പബ്ലിക് ഈവന്റിൽ കുഴപ്പമില്ല, റെസ്റ്റോറന്റിലാകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയും
ഇങ്ങനെയാണ് കാര്യം എന്നുള്ള രീതിയിൽ നേരത്തെ ഒരു അപ്ഡേറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ കാറ്ററിംഗ് ഈവന്റ് വിളിക്കുകയാണെങ്കിലും അവരുടെ അടുത്ത് കറക്റ്റ്ലി പറയും ചെക്കനും ബ്രൈഡിനും ഗ്രൂമിനും ഇത് അറിയാലോ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അതിന്റെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നമ്മളൊരു കോർ ടീമുണ്ട്, നമുക്ക് ക്യാമറ ടീമും എഡിറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയാണ് നമ്മള് അല്ലാതെ നടക്കില്ല. വണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങളിപ്പം എക്സ്പ്ലെയിൻ അത്രയും ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻ യു എക്സ്പ്ലെയിൻ സോ മച്ച്. ദിസ് ഇസ് പെർഫെക്റ്റ്. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ബേസിക്കലി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലുള്ളത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, ഒരു മോനുണ്ട്. ഓ യു ഹാവ് എ സൺ. മൂപ്പര് ഭയങ്കര യങ് അല്ലേ കാണാൻ? ഐ വുഡ് നെവർ ഗെസ് യു മാരിഡ് ടു ബി ഓണസ്റ്റ്. വിക്കിപീഡിയയിൽ ഞാൻ കുറെ തപ്പി, എവിടെ ഭാര്യ. ഓ മൈ ഗോഡ്. ഐശ്വര്യ മൂപ്പര് പേരെന്താ ചെറുതിന്റെ? അയാൻ അശ്വൽ. ഓക്കെ അശ്വൽജി, നിങ്ങൾ ഈ കോഴിക്കോട് ടു യു എന്ന പേര് ഫോർ യു, ഐ എം ഷുവർ നിങ്ങൾ ഒരു കോഴിക്കോടുകാരനാണ്, അത്രയും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എന്നാലും കോഴിക്കോട് ടു യു, വൈ ഡിഡ് യു നെയിം ദാറ്റ്? കോഴിക്കോടിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരാള് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു ഈ പേരൊന്ന് മാറ്റിയാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ പേര് മാറ്റുന്നതാണ് നല്ലത്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ പ്രൊമോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊമോഷൻസും വരുന്നത് ലൊക്കേഷൻ ബേസ്ഡ് ചെയ്തിട്ടാണ്. ലൊക്കേഷൻ ബേസ്ഡ് അവരിപ്പോ മലബാർ ഏരിയയിൽ, കാലിക്കറ്റ് ഏരിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ നമ്മൾ ജസ്റ്റ് കോഴിക്കോട് നടിക്കുമ്പോൾ അതില് ഫസ്റ്റ് നമ്മുടെ പേര് വരും. ഇപ്പൊ മലപ്പുറം നടിക്കും മലപ്പുറം ടീംസിന്റെ വരും. ലൊക്കേഷൻ വൈസ് ഇവര് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ ഒക്കെ അങ്ങനെ നമുക്ക് അല്ലാതെ പേഴ്സണൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അതൊരു പ്രൊമോഷൻ ബേസിസിലായിട്ട് ഒരു മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ലൊക്കേഷൻ വൈസ് വരുന്നത് എന്തുകൊണ്ടും ബെനിഫിറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അറൌണ്ട് നമ്മൾ ഇൻ എ മന്ത് അറൌണ്ട് ഒരു 45-50 പ്രൊമോഷൻസ് നമ്മൾ ചെയ്യും. ഒരു സ്ട്രാറ്റജിക് മൂവ് തന്നെ ആയിരുന്നു. സോ വെൻ യു ആർ പ്ലാനിംഗ് ഓൺ ദിസ് നെയിം, ഇത് നിങ്ങൾക്ക് ഇല്ല അങ്ങനത്തെ സ്ട്രാറ്റജി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്കല്ലാതെ നമ്മൾ എന്റെ പേരിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ പേഴ്സണൽ സംഭവങ്ങൾ മാത്രമേ എനിക്ക് അതിൽ ഇടാൻ പറ്റുള്ളൂ. വൈ ഷുഡ് ഐ ഫോളോ എന്നുള്ളൊരു സംഭവം പബ്ലിക്കിന്റെ ഇടയിൽ വരും. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു പേര് ഇടുമ്പോൾ ആൾക്കാർക്ക് കോഴിക്കോടിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ്സ് ഇതിൽ വരും എന്നുള്ളൊരു സംഭവം. കോഴിക്കോട് മാത്രമല്ലല്ലോ കവർ ചെയ്യുന്നത്, സോ മെനി പ്ലേസസ് ഔട്ട് ഓഫ് ഇന്ത്യ വരെ കവർ ചെയ്യുന്നു. കോഴിക്കോട് മാത്രമല്ല, അങ്ങനത്തെ കിട്ടി. നമുക്കിപ്പോ ലാസ്റ്റ് നമ്മള് സ്വിറ്റ്സർലാൻഡ് മലയാളി അസോസിയേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവിടുത്തെ ഒരു ഓണം സെലിബ്രേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോ അവിടുന്ന് ജോലി രാജിവെച്ച് തന്നെ 9 to 5:30 വരെ എന്റെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാം. ആ ഒരു 9 to 5:30 വരെ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് എക്സാക്ട്ലി ഡിഫറൻസ്. നിങ്ങൾ ഇത്ര ഗ്രോത്ത് ഓൾറെഡി പറയുന്നുണ്ട് ഫ്രം 2016, ഫ്രം വെൻ യു സ്റ്റാർട്ടഡ് ദിസ് ജേർണി. ഇപ്പൊ നിങ്ങൾ നിൽക്കാണ്. സോ ഇപ്പൊ ഞാൻ ഈ ടോക്ക് ഷോ തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. ടു ബി ഓണസ്റ്റ്, പേർലി മണി സംബഡി ഹു ഐ റിയലി ലവ്. നമ്മൾ അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എനിക്ക്. അതുമാതിരി ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഡിഡ് യു ഹാവ് സംബഡി ഒരു ഇൻസ്പിറേഷൻ ലെവലില്? അവര് നമ്മൾ അന്ന് തൊട്ടേ വ്ളോഗ് കാണലുണ്ടായിരുന്നു. സുജിത് ഭക്തനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ആളുടെ ഒരു ഭയങ്കര, ഞാനൊരു KSRTC ഫാനിങ് കൂടി ആയിരുന്നു ആ ടൈമില്. ആളായിട്ട് ഭയങ്കര കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മള് അവരെ പറ്റി വിചാരിക്കും ആളൊക്കെ ഒറ്റയ്ക്കൊക്കെ പല സ്ഥലത്തും പോയിട്ട് യാത്ര ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലെ. അപ്പം അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പല കാഴ്ചകളും, പല ആൾക്കാരും പല സ്ഥലത്തും പോയിട്ട് അതിന്റെ ഒരു 10% പോലും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ്. അതെയോ? പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ പറയുന്നു, ഈ കോൺസെപ്റ്റ് എല്ലാവരും ചൊല്ലുന്നത് തന്നെ നമ്മൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എന്താ ഈ ഡ്രീം ഒന്ന് ഫുൾഫിൽ ചെയ്ത് ലിവിങ് എക്സാമ്പിളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഫോർ സോ മെനി മലയാളീസ് ആൻഡ് സോ മെനി അതർ ഇൻഡിവിജ്വൽ, യു ആർ എ ലിവിങ് എക്സാമ്പിൾ ഓഫ് ദിസ് ഡ്രീം. സോ നിങ്ങൾക്കും ഇത്ര ഗോൾസ് ഉണ്ട് പറയുമ്പോൾ നമുക്കുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ നമ്മള് ഇപ്പൊ വീട്ടിൽ നിന്ന് മിക്സിയില് മാവിന്റെ എല്ലൊക്കെ ജ്യൂസ് അടിച്ച് തുടങ്ങിയ പരിപാടിയാണെന്നുള്ള രീതിയിൽ പറയും. കാരണം കഴിഞ്ഞ ഓണം സെലിബ്രേഷന് CMന്റെ ഓഫീസിന് ഇൻവൈറ്റ് കിട്ടി. അപ്പം അവിടെ പോയിട്ട് ആളുടെ കൂടെ ഓണസദ്യ കഴിക്കാനും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായി. നമ്മൾ കേരള പോലീസിന്റെ കൂടെ ഒരു കൊളാബറേഷൻ ചെയ്തു, ആർമിന്റെ കൂടെ ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. മിനിസ്റ്റർ കൂടെ ചെയ്യാറുണ്ട്. ഇതൊന്നും നമ്മളിപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവില്ല. നമ്മുടെ ടൈപ്പ് ഓഫ് കണ്ടന്റും ആൾക്കാർ നോക്കും. നമ്മൾ സൊസൈറ്റിയിലെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു കണ്ടന്റ് ആണ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നെങ്കിൽ ആൾക്കാർ മടിക്കും. 100%. അപ്പൊ നമ്മള് കറക്റ്റ് അവര് ഫിൽട്ടർ ചെയ്തിട്ടേ
നോക്കുള്ളൂ, ഇവരെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതെ, തീർച്ചയായും. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ പറയും സീറോന്ന് സ്റ്റാർട്ട് ചെയ്താണ്, ഒരാളുടെ എഫേർട്ടോടെ തന്നെ വരുന്നതാണ്. കാരണം നമ്മളൊക്കെ ഓവർനൈറ്റ് എഡിറ്റ് ചെയ്യും. ഇപ്പം ഈ നോർമലി ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ വരികയാണെങ്കിൽ അറൗണ്ട് ഒരു 6 ഷൂട്ട് 7 ഷൂട്ട് വരെ എടുക്കും, രാവിലെ തൊട്ട് രാത്രി വരെ. ഒരു ഷൂട്ടിന് അറൗണ്ട് ഒരു 3 hours എടുക്കും. എന്നിട്ട് അത് പോയിട്ട് രാത്രി നമ്മൾ ഇരുന്ന് എഡിറ്റ് ചെയ്യും. 1 മണി 2 മണി 3 മണി വരെ എഡിറ്റ് ചെയ്ത് അത് പാർട്ടിക്ക് അയച്ചു കൊടുത്ത് പിറ്റേഴ്സ് അവർ അപ്രൂവ് ചെയ്ത് അങ്ങനത്തെ രീതിയിലാണ് പോണത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഒരു പോസിറ്റീവ് സൈഡാണ് കാണിക്കുന്നത്. സോ ഹാവ് യു എവർ ഫെൽ അയ്യോ നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് അത്രയും വ്യൂ ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു തെറ്റുള്ള ഒരു റോൾ മോഡലിൽ കാണിക്കരുത് എന്നുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആണോ? ഒരു സാമ്പിൾ പറയാം. അല്ല, അത് ബ്രാൻഡ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അയ്യോ, ബ്രാൻഡ് പറയണ്ട. അല്ല നമ്മള് അക്കാഡമീസ് ആണ് പ്രശ്നം വരുന്നത്. അക്കാഡമീസ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മള് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടില്ല, പോയി കേസ് കൊടുക്കും. അങ്ങനത്തെ രീതിയിലുണ്ട്. സ്കൂൾസ് വന്നിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം ഒരു ഷവർമന്റെ വീഡിയോ കഴിക്കുന്നതായിരിക്കും. നമ്മള് കഴിക്കുമ്പോൾ നമുക്കാകുമ്പോ ഇന്ന് വീഡിയോ ചെയ്യാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ട് സംഭവം തരും. നാളെ അവിടെ വേറെ ഒരാൾ പോകുമ്പോൾ അതിനുള്ള ചിക്കന്റെ ഫില്ലിങ് കുറവായിരിക്കും. അപ്പൊ ആള് വന്ന് കമന്റ് ഇടും, നിങ്ങൾ വീഡിയോയിൽ കാണിച്ച പോലെയല്ല, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇന്ന് നമ്മൾ പോയി കഴിക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റ് ആയിരിക്കും, നാളെ വേറെ ഒരാൾ പോയി കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഷെഫ് മാറിയേക്കാം, ഷെഫ് ചിലപ്പോൾ ലീവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ ടേസ്റ്റ് ബഡ്സ് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. 100%. നമ്മളൊരു ഗെയിമിലേക്ക് കടക്കുകയാണ്. സോ ഇതിന്റെ പേരാണ് ചൊല്ലടാ ചൊല്ലു. ഇത് നമ്മള് ബേസിക്കലി ദംഷ്രാജ് ഇല്ലേ, അതന്നെയാ സംഭവം. ഇതില് ഇറ്റ് ക്യാൻ ബി എൻ ഒബ്ജെക്ട്, ഇറ്റ് കുഡ് ബി എ പേഴ്സണാലിറ്റി, മൂവി ആവാ, ബുക്ക് ആവാ, ഫെസ്റ്റിവൽസ് ആവാ. ഇത് ഇവര് പ്ലാൻ ചെയ്താണ്. അപ്പം ഇത് ഞാൻ ഒന്ന് കാണിക്കും, നിങ്ങൾ എനിക്ക് ആക്ഷൻസിൽ ഞാൻ ഗസ് ചെയ്യണം. നിങ്ങൾ പൊന്തി കാണിക്കും, ഞാനത് ആക്ഷൻസ് ഗസ് ചെയ്യുന്നു. ഓക്കെ, come on, the first segment. തുറക്കട്ടെ? ഓക്കേ, ഒന്ന് ക്യാമറയ്ക്ക്. ഓക്കേ, ഇത് സിനിമ പേരല്ലേ? it can be anything. പക്ഷേ ഇത് ഒരു ഇതാണ്. മുടി, ഹെയർ സ്റ്റൈൽ, ക്യാമറ, ഫോട്ടോ, ഞാൻ മോഡൽ. മോഡൽ മോഡലിന്റെ വേറെ പേരാ? സിനിമയിലെ മെയിൻ കഥാപാത്രം ഒരു മോഡലാണ്? അല്ല, ആക്ടറിനെയാണ് ഗസ് ചെയ്യേണ്ടത്. ആക്ടറിനെയാണ്. ഓ, അങ്ങനെ. ശരി 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 ശരി. മുടിയൊക്കെ ഉള്ള പേടിപ്പിക്കുന്ന ക്യാരക്ടർ ഏതാ? ഭയാനകം, ജഗതി, ഉദയനാണ് താരോ? ജഗതിയാണ്. സോ നിങ്ങളെ നോക്കിക്കോളൂ. സോ നിങ്ങളുടെ നെക്സ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കഥാപാത്രമല്ലേ? ഞാൻ സിനിമ അപ്പൊ ഞാൻ സിനിമയിലത്തെ ആക്ടർ. അപ്പൊ ഞാൻ നിങ്ങൾ സോ ആക്ടേഴ്സ് ആവാ, മൂവി ആവാ, ബുക്സ് ആവാ, ഫെസ്റ്റിവൽസ് ആവാ, ഫുഡ് ആവാ, എന്തും ആവാ. ആയിക്കോട്ടെ. നിങ്ങളെ ടേൺ ആണ്. മോഹൻലാൽ കിട്ടിയോ? ഓക്കെ, ഇറ്റ്സ് എ മൂവി ഓഫ് മോഹൻലാൽ. ഓക്കെ, കുട്ടി, വവ, ബേബി. കുട്ടി തന്നെയല്ലേ ഉദ്ദേശിച്ചത്? വേറെ ലാംഗ്വേജിന്റെ കുട്ടി പറയണം. പിഞ്ചു കുച്ചി, പിഞ്ചു കുച്ചി അല്ല, കുച്ചി പിഞ്ചു. പുതിയ മൂവിയാണോ? അല്ല, പഴയ മൂവി. ശോഭനുണ്ട് അതില്? കിലുക്കം, പിഞ്ചു. പിഞ്ചു പാസ് ചെയ്യണം. പിഞ്ചു കഴിഞ്ഞിട്ട് എന്ത് പിഞ്ചാ? എന്ത് പിഞ്ചുകുട്ടി? പിഞ്ചു കുഞ്ഞ്. കുഞ്ഞ്, പിഞ്ചു കുഞ്ഞ്. അത് ഫസ്റ്റ് വേർഡാ? പിഞ്ചു, പിഞ്ചു കുഞ്ഞ്, കുഞ്ഞ്. ബ്രൗൺ, മരം. കുഞ്ഞ്, മരം, കാർ. മരക്കാർ, മരക്കാർ. ഓ, ആ മൂവിന്റെ പേരെന്തായിരുന്നു? ഓ മൈ ഗോഡ്, കുഞ്ഞാലി മരക്കാർ. ഓ മൈ ഗോഡ്, ഞാൻ വേർത്ത് ഗൈസ്.
അത് നിങ്ങൾക്ക് ഇങ്ങനെ സോഡൊക്കെ കാണിച്ച പോലെ മതിയായിരുന്നു. പിന്നെ മലയാളം മൊത്തം ടെസ്റ്റ് ചെയ്ത് അടുത്ത് ഇറ്റ്സ് എ ഫുഡ്. ആ ടേസ്റ്റ് ഉണ്ട്. പിസ്സ. നമ്മളെല്ലാരും കഴിക്കുന്ന. ആ ഹലുവ. ഹലുവ പീസ്. യെസ് ഹൽവ പീസ്. കൊള്ളാം, സംഭവം കൊള്ളാം. അടുത്തത് ഇനി നിങ്ങളാ നിങ്ങള് ഈസി ആക്കണേ. കുഞ്ഞു മരമൊക്കെ ഇതൊക്കെ എന്ത് എളുപ്പാ, മരം കാറൊക്കെ തന്നില്ല ഞാൻ. മമ്മൂട്ടിന്റെ ബേബി ദുൽഖർ. ദുൽഖർ കിട്ടിയാ? ദുൽഖറിന്റെ ആ മൂവി. ഓക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദുൽഖർ ഇതില്. കാന്തിയാണ്, പുതിയ തന്നെയാണോ? അല്ല പഴയതാ. തിലകൻ. ആ ഓ ദുൽഖർ തിലകനുള്ള മൂവി ഉസ്താദ് ഹോട്ടൽ. ഓ മൈ ഗാഡ് പീപ്പിൾ. നോക്കിയോ? ഇല്ല ഞാൻ കണ്ടില്ല. നോക്കി അല്ലേ ഉസ്താദ് ഹോട്ടൽ മനസ്സിലായി. നിങ്ങൾ യെസ് ആക്കി. ഓക്കെ ഓക്കെ. ഓ സിനിമ. സിനിമയല്ല, സിനിമയാണ്. ചുറ്റുവട്ടം. ഇവിടെ മാർച്ച് പാസ്റ്റ്. അല്ല, how to explain this? വീട്, ഗൃഹം, താമസം, നേരെ, പോയിന്റ്, ആ കുത്ത്, ഡോട്ട്. ഡോട്ടിന്റെ വേറെ പാലം, ഫോക്കസ് മോൾ. ഇതിങ്ങനെ കാണിക്കാ. അത് മാള് പറഞ്ഞാ പോരെ? മോള് പറയാൻ പറ്റൂല. മോള് പറഞ്ഞാ പോരെ? ഓ മോൾ. ഓ വായിക്കുന്നു, പഠിക്കുന്നു. പേപ്പർ, പേജസ്, ബുക്ക്. ഓ ബുക്ക്. വട്ടം, യു. ഒരു അക്ഷരാണോ കാണിക്കുന്നത്? ആ ഓക്കെ. അവിടെ ഒന്നുകൂടി ചെയ്യൂ. റാ. ഓക്കെ റാ. റാ റാ ആണോ? റാ എന്ന് പറഞ്ഞ ഒരു ബുക്കിന്റെ പേരല്ലേ നിങ്ങൾ ചെയ്യുന്നത്? കിട്ടിയില്ല. ഇല്ല ഒന്നും കൂടി നോക്കട്ടെ. കുറച്ചുകൂടി റാ. രാവൺ. രാവൺ ബുക്കില്ലല്ലോ. ആനിമൽ. ഇങ്ങനൊരു ആനിമൽ. എന്താ? ആന. ആ റാന. റാന. ഓ ഇറ്റ്സ് എ ബുക്ക് നെയിം. I know. റാം, കാരോ, ആനന്ദി. ഇത് സിമ്പിൾ ആട്ടോ. ആന് വേണ്ടി എന്റെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്ഥലമാണോ? ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഹോട്ടൽ. ഹോട്ടലിന്റെ പേരാണ്. പാരഗൺ. ബെൽ. മണി. സിനിമയാണോ? ആ കലാമണിന്റെ സിനിമയാണോ? മോഹൻലാലിന്റെ സിനിമ. മോഹൻലാൽ ബെല്ലടിക്കുന്ന സിനിമയോ? അല്ലേ? ഡാൻസ്. മോഹൻലാലിന്റെ ഡാൻസ്. ആ താളവട്ടം, മിന്നാരം. മോഹൻലാൽ ട്രെയിൻ ഓടിക്കുന്നോ? ട്രെയിനിന്റെ പുറത്ത്. സീനുണ്ട്. മോഹൻലാൽ ട്രെയിനിന്റെ മുകളിൽ ഡാൻസ് കളിക്കുന്ന സിനിമ. ഊട്ടിയിലുള്ള മോഹൻലാൽ ട്രെയിനിന്റെ മുകളിൽ കയറില്ലല്ലോ. ഉള്ളിലല്ലേ? ട്രെയിനിന്റെ ഉള്ളിലാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കഴിഞ്ഞു. നിങ്ങൾ ഓൾറെഡി ഒന്ന് കാണിച്ചു. അടുത്ത് ബോൾ, അണ്ട, എഗ്. എഗ്ഗിനുള്ളിൽ എന്താ? യോക്ക്. യോക്കിനുള്ളിലോ? യോക്ക് വെച്ച് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ബുൾസൈ. ഉള്ളിൽ എന്താണ്? ഹെൻ, ലൈക് ചിക്കൻ. വാട്ട് വിൽ കം ഔട്ട് ഓഫ് ദി എഗ് ആണോ? മുട്ടയുടെ മഞ്ഞ. വേറെ പേരില്ലേ? റെഡി അല്ലേ? നിങ്ങളുടെ ക്ഷമ ഞാൻ സമ്മതിച്ചു.
വിട്ടു കൊടുക്കില്ല ഞാൻ. ഈശ്വര. ആ എ യെല്ലോ. ആ ആർച്ച്. ആർച്ച്. പിന്നെ അഗെയിൻ എ ആർച്ച. ആർച്ച കഴിഞ്ഞോ? അർച്ച ഒരാളെ പേരാണോ ഇത്? അർച്ചന വലിയൊരാളെ പേരാ? യു തിങ്ക് അബൌട്ട് കളരി. പെൺകുട്ടി പുണ്യ അർച്ച. ഇതിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട്. ആദ്യം ഗേൾ കാണിക്കണം. സോ ഐ നോ ഇറ്റ്സ് എ ഗേൾ. പിന്നെ ഇങ്ങനെ ഒരു കൊണ്ട, പിന്നെ ഒരു ബ്ലൗസ് ഇങ്ങനെ ഇങ്ങനെ ശകുന്തലാണെങ്കിലോ? ശകുന്തലക്ക് വാലില്ല, ശകുന്തലക്ക് പൂ. അശ്വിൻജിന് ഇപ്പം പറഞ്ഞല്ലോ ബ്രാൻഡ്സ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആ സമയത്ത് ഹാസ് ദർ ബീൻ എ മൊമെന്റ് വെർ യു നോ മേ ബി ടേക്കിംഗ് ദിസ് ബ്രാൻഡ് ഇസ് നോട്ട് റൈറ്റ്? ലൈക്ക് നമുക്ക് അറിയാലോ ചില ബ്രാൻഡ് സേഫ് ആയിരിക്കും, ഫേക്ക് പ്രൊമോഷൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അവിടുത്തെ നോ പറയാ? ഇൻ ജനറൽ ലൈക്ക് ഹൗ ടു ടേൺ ദം ഡൗൺ? നമ്മൾ പറയാം നമ്മളൊരു ട്രിപ്പിലാണ്, ഭയങ്കര തിരക്കിലാണ്, ഉണ്ടാവില്ല, 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എന്റെ അടുത്ത് അത് പറഞ്ഞു ആദ്യം. ഇതായിരുന്നു. അപ്പൊ നിങ്ങള് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തിട്ടാണോ ഇവിടെ? എക്സ്ക്യൂസ് ചെയ്യും ആരടുത്ത് നമ്മൾ നോ അങ്ങനെ വേണ്ട. നോ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ? ആശുജി ഒരു ഭയങ്കര ഒരു റിലയബിൾ ക്യാരക്ടർ ആയിട്ടാ നമുക്കൊക്കെ അറിയാം. യു സീം ലൈക്ക് യു ക്യാൻ ട്രസ്റ്റ്. നിങ്ങളെ കണ്ട ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാ നിങ്ങളുടെ. നിങ്ങളെ കണ്ട യു ഫീൽ ലൈക്ക് നിങ്ങൾ കറക്റ്റ് പറയൂ. സോ നിങ്ങൾക്ക് നമ്മൾ എന്തായാലും നോക്കും. എന്ത് കണ്ടന്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ നന്നായിട്ട് നോക്കും. നിങ്ങൾ ഫീൽഡ് ട്രിപ്പ് ഒക്കെ അയക്കും ആരെങ്കിലും ജസ്റ്റ് ഗോ ചെക്ക് ദ ഫുഡ് ഓർ ദ പ്ലേസ്? നമ്മൾ പോകുന്ന അങ്ങനെ ചെക്ക് ചെയ്യില്ല. നമ്മൾക്ക് ഇപ്പൊ ഒരുപാട് ഒരു 10 ഐറ്റംസ് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞാൽ ഒരു 6 ഐറ്റംസ് നല്ലതാണെങ്കിൽ അത് കാണിക്കും, ബാക്കി 4 ഐറ്റംസ് നമ്മൾ കാണിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് പറയും, മോശം ഉണ്ടെങ്കിൽ നമ്മൾ ഓണർ അടുത്ത് പറയും. അത് ഡിസ്പ്ലേ ചെയ്യൂല. കാരണം ഇന്ന് നമ്മൾ പബ്ലിക്കിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ട് നാളെ നന്നാക്കി കഴിഞ്ഞാല് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ വേഴ്സ്റ്റ് കേസ് സിനാറിയോ വന്നിട്ടുണ്ടോ? നെഗറ്റീവ്സ് അങ്ങനെ പറയാറില്ല. നെഗറ്റീവ്സ് ഒക്കെ അവരുടെ തന്നെ മെയിൻലി കൊടുക്കാറേ ഉള്ളൂ. അതെ. പിന്നെ നിങ്ങൾ ഈ ജേർണിയില് ഹൗ ഹാസ് ഫ്രണ്ട്സ് ഇംപാക്റ്റഡ് യു? നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു ജേർണിയിൽ എന്റെ കൂടിയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഞാനൊരു ഇൻഫ്ലുവൻസർ ആക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും? We can be friends. Thank you. ഞാൻ തന്നെ ഒരു 6-7 വ്ളോഗേഴ്സിന് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ 2 അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അറൗണ്ട് ഒരു 1 lakh 2 lakh ഫോളോവേഴ്സിന് മുകളിലായിരുന്നു. And they're still your best of friends. അപ്പോൾ നിങ്ങൾ ഈ ജേർണി നമ്മളിപ്പോ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അവരെല്ലാരും കൂടെ ഒരുമിച്ച് പോകും. ശരി. That's so nice. I love the thought. Success ആണെങ്കിൽ ഒരുമിച്ച് എല്ലാവരും ഉയരട്ടെ എന്ന്. കല്ലിന് സൗരഭ്യം ഉണ്ടാവുന്ന പറയില്ലേ? Correct. സെയിം സംഭവം. ഇന്നലെ ആക്ച്വലി ടു ബി ഓണസ്റ്റ് സുരഭി ചേച്ചി വന്നിരുന്നു. അപ്പം സുരഭി ചേച്ചി പറഞ്ഞ ഇപ്പൊ ഞാൻ ആക്ച്വലി കുറച്ചൊക്കെ എത്തി. ഐ എം സംബഡി ആൻഡ് വെൽ നോൺ. ഇപ്പൊ എനിക്ക് സക്സസ് പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഉയരട്ടെ എന്നുള്ള കാണുന്ന ഒരു വ്യക്തി, അതിനാണ് ഞാൻ സന്തോഷം കാണുന്നത്. അപ്പൊ നിങ്ങളത് പറഞ്ഞപ്പം it so resonates so much with us. അപ്പോൾ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റാണ്. കാലിക്കറ്റിലാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്, ഇൻഫ്ലുവൻസേഴ്സും കൂടുതലുള്ളത്, ബിസിനസ്സും കൂടുതൽ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് വെച്ചാൽ മതി. ശരിക്കും നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇപ്പൊ കാലിക്കറ്റ് എവിടെ നിന്നാലും എന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഫെയിം പറയുന്നത് ശരിക്കും യു ആർ എ ഫേമസ് പേഴ്സണാലിറ്റി ഔട്ട് ഓഫ് കാലിക്കറ്റ്. ഹാസ് ഫെയിം ചേഞ്ച്ഡ് യു? അശ്വൽ പുത്രൻ എന്ന് ഇല്ല, ഫെയിം ആയിട്ട് ഞാൻ അങ്ങനെ പോവാറില്ല. ശരിക്കും നമ്മള് കോളേജസിലൊക്കെ ഇൻവൈറ്റ് വരാറുണ്ട്, കോളേജ് അതേപോലെ തന്നെ ഈവെന്റ്സ് ഒന്നും പോവാറില്ല. അതെ, ഞാൻ എന്റെ ഒരു സർക്കിൾ പോവാ വരിക തന്നെ. So nice. But to be honest, നിങ്ങൾ ഭയങ്കര ഒരു humble personality ആണ്. You came in with great energy. To be honest, from my point of view, you came in with such a great ഒരു പേഴ്സണാലിറ്റി, ഒരു ഓറ ആയിരുന്നു കേട്ടോ. ഈവൻ സംസാരിക്കും ഐ വാസ് വെരി ഹെസിറ്റന്റ്. നിങ്ങൾക്ക് ശരിക്കും എൻ്റെ അടുത്ത് യെസ് പറയേണ്ട ഒരു ആവശ്യമില്ല. സ്റ്റിൽ യു സെഡ് യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്ര ഫെയിം ഒക്കെ ഉണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു കൂട്ടുകാരുടെ സെക്ഷൻ തന്നെ ഉണ്ട്. ബട്ട് എല്ലാം ഉപരി ഇസ് ദർ എനി പേഴ്സണാലിറ്റി ഹു കീപ്സ് യു ഗ്രൗണ്ടഡ്, ഹു ടെൽസ് യു അശ്വൽ നീ അശ്വലാണ്, അത് നിങ്ങൾ കോഴിക്കോട്ടുവിൻ്റെ അവിടെ എത്തണ്ട, അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ, ഇസ് ഇറ്റ് യുവർ ഓൺ വൈഫ്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് അല്ലാതെ നെഗറ്റീവ് ആയിട്ട് കുറെ സംഭവങ്ങൾ വരും.
നമ്മളിപ്പോ പല സ്ഥലം അതല്ല നമ്മളിപ്പോ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിൽക്കുമ്പോ ഇൻഫ്ലുവൻസർ വീഡിയോ അതൊന്നും നിക്കൂല കേട്ടോ, അതൊക്കെ 2 മാസം കഴിഞ്ഞാൽ നിന്നു പോകും. ഒരു 4 കൊല്ലം മുന്നേ പറയുന്നവരുണ്ട്. സംഭവം ഇത് ശരിക്കും ഒരു ഗ്രാഫ് പോലെയാണ്. ഒരു ഗ്രാഫിന് ഒരു താഴ്ച എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു ഗ്രാഫ് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ നോക്കുക, മാക്സിമം നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുക. ഏത് സമയത്ത് എന്താ എങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അപ്പം നല്ല രീതിയിൽ നിൽക്കുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ ഉണ്ടാക്കുക. ആൾക്കാർ പലതും പറയും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ 2019 ആ ടൈമിലൊക്കെ വീട്ടിൽ നിന്നൊക്കെ പല സാധനങ്ങളും ഇങ്ങനെ ആക്കുമ്പോൾ വീട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ പറയും, എന്തിനാ ഈ മാവിന്റെ ഒക്കെ ജ്യൂസ് അടിച്ചു കുടിക്കുന്നത്, എന്തിനാ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറയും, അപ്പൊ നമ്മളിങ്ങനെ നിയമസഭയിലൊക്കെ പോകുമ്പോൾ പറയും, കണ്ടില്ലേ അന്നത്തെ മാവിന്റെ ആണ് ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ എത്തില്ല. സ്വിറ്റ്സർലാൻഡിൽ പോകുമ്പോഴും പറയും മാവിന്റെ രീതിയിലല്ലേ. ഏകദേശം 8 കൺട്രീസോളം കിട്ടി. അതെ, ഞാൻ കണ്ടു 8 കൺട്രീസ് വ്ലോഗിംഗ് ഇത് വെച്ചിട്ട്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടോ ഇനിയും പോവാൻ പറ്റട്ടെ പല കൺട്രീസും. അതെ, മേക്കിംഗ് കോഴിക്കോട് സോ പ്രൗഡ് വിത്ത് ദ നെയിം കോഴിക്കോട് ടു യു. ലാസ്റ്റ് ഡേ ഓൺ സംതിങ് പേഴ്സണൽ, അശ്വിൽ ജീന്റെ റൊമാൻസ് സൈഡ് എങ്ങനെയാണ്? ലൈക്ക് ഇസ് ഇസ് അറേഞ്ച് മാരേജ് ഓർ ലവ് മാരേജ്? അറേഞ്ച് മാരേജ്. അപ്പൊ ഇപ്പോഴാണ് ലവ് ഒക്കെ, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ അയാൻ. എന്നാലും വീട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാറില്ല, എന്നാലും മാക്സിമം പറ്റിക്കണം. ഐ കൻ ഇമാജിൻ. ഓഫ് കോഴ്സ്. അവിടെ സ്വിറ്റ്സർലൻഡ് കൊണ്ടുപോയിരുന്നോ നിങ്ങള്? സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെ ആർക്കും വിസ കൊടുക്കില്ല. അവിടെ മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, 10 ആൾക്കാരുണ്ട് മ്യൂസീഷ്യൻസ്. അതില് ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്ക് ഇത് കിട്ടിയില്ല, പിന്നെ അവിടെ ഒരു സ്പീക്കർ വെച്ച് പഠിച്ച വിസ പെട്ടെന്ന് റിജക്ട് ആവുമല്ലോ. അങ്ങനെ എല്ലാരും വിസ ചിലപ്പോ ഓക്കെ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെയൊന്നുമില്ല. സംതിങ് ചീസി യു ഡൺ ടു യുവർ വൈഫ് ഓർ എനി ക്യൂട്ട് ഗിഫ്റ്റ് ദാറ്റ്സ് വെരി മെമ്മറബിൾ ടു ഹർ? ഗിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്, പക്ഷെ കൊടുക്കാറുമില്ല, കുറവാ. അപ്പൊ അത് നിങ്ങളൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണം, പാവല്ലേ. ഓക്കേ, നമുക്ക് ലാസ്റ്റ് ഒരു ഗെയിമും കൂടി ഉണ്ട്, മെനക്കെടണ്ട. ദിസ് ഇസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് കോൾഡ് ഇതോ അതോ. സോ ഇതില് ഞാനിങ്ങനെ 2 ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അത് പറയണം. ഓക്കെ, സോ ഇറ്റ്സ് ഒരു കുട്ടി റാപ്പിഡ് ഫയർ മതി, ബട്ട് ഇറ്റ്സ് കോൾഡ് ഇതോ അതോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, SM സ്ട്രീറ്റ് ബിരിയാണി ഓർ ബീച്ച് സൈഡ് സ്നാക്സ്? ബീച്ച് സൈഡ് സ്നാക്സ് അല്ലേ? അതെ, നിങ്ങൾക്ക് അതാ പ്രിഫറൻസ്. മോർണിംഗ് ഷൂട്ട് ഓർ ലേറ്റ് നൈറ്റ് ഷൂട്ട്സ്? ലേറ്റ് നൈറ്റ്. അതെന്താ? പണ്ടേ അങ്ങനെ ശീലിച്ചാണ്. മോർണിംഗ് അല്ലെങ്കിലും കോഴിക്കോട് സിറ്റി ഒന്നും എവിടെ ആക്റ്റീവ് ആയിരിക്കില്ല, കാരണം ഉച്ചയാകുമ്പോഴേ ഈവൻ ഒരു നല്ല മന്തി കഴിക്കണമെങ്കിൽ ഉച്ചയാവണം അല്ലേ? ഷവർമ എല്ലാം ഉച്ചയ്ക്ക് ശേഷം വരുള്ളൂ. മോർണിംഗ് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ. You prefer a nice late night shoot better than morning shoot? പക്ഷെ നല്ലത് ലേറ്റ് നൈറ്റ് ഇല്ല, ഈവനിംഗ് ആണ് കുറച്ചുകൂടി ബെറ്റർ. നൈറ്റ് ആകുമ്പോൾ ലൈറ്റ് പോലെ. ഫ്രീ ഫുഡ് or paid collaborations? പെയ്ഡ് അല്ല, ഫ്രീ അല്ല, പൈസ കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞാല് അവിടുന്ന് ആൾക്കാർ കണ്ടിട്ട് പറയും, അയ്യോ പൈസ വേണ്ട വെച്ചോളൂ, പൈസ വേണ്ട വെച്ചോളൂ. നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ അവര് തരുന്ന ഫുഡ് നമ്മൾ വീഡിയോ എടുക്കുക. അല്ല, നമ്മൾ ഏത് റെസ്റ്റോറന്റിൽ കഴിഞ്ഞാലും ഞാൻ നിർബന്ധിച്ച് കീശയിൽ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് റെസ്റ്റോറന്റിൽ ഞാൻ തന്നെ മെനു കൂട്ടി നോക്കിയിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ റേറ്റ് നോക്കിയിട്ട് ഇപ്പൊ ഒരു 30, 50, 60 കൂടിയാലും കുഴപ്പമില്ല, ഞാൻ സ്കാൻ ചെയ്ത് പോരും. മറ്റേത് നമ്മൾ അങ്ങനെ അവിടെ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നാല് വീണ്ടും നമുക്ക് അവിടെ കയറാനുള്ള ഒരു നമ്മൾ മടിക്കും, ഒരു പൈസ വാങ്ങില്ല. അപ്പൊ അവരുടെ പേ ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. സ്നേഹത്തെ തരുന്നതായിരിക്കും, എന്നാലും പറയും വേണ്ട, തിരിച്ചു വരാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു ചിലര് സ്നേഹത്തിന് പറയില് നമ്മൾ എന്തെങ്കിലും ഐറ്റം ഓർഡർ ചെയ്തെങ്കിൽ അവർ അവരുടെ സ്നേഹം കാണിക്കാൻ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ കൊണ്ടുതരും. ഇത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടങ്ങൾ വെച്ചോളൂ. ഓക്കെ, വൈറൽ റീൽ ഓർ എവർഗ്രീൻ കണ്ടന്റ്? എവർഗ്രീൻ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ ഒരു 14 മില്യൺ 15 മില്യൺ അങ്ങനെ എന്തോന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു വെഡിങ് കണ്ടിട്ടുണ്ട്, പിന്നെ ഒരു വൈറൽ റീല് എവർഗ്രീനെ നിൽക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ ഒരു ബർഗറിന്റെ എന്തോ ഒരു വീഡിയോ ഉണ്ട്, 20 മില്യൺ എങ്ങാനും പോയിട്ടുണ്ട് യൂട്യൂബിൽ. അത് പക്ഷെ എവർഗ്രീൻ ആയി നിൽക്കുവോ ആ വീഡിയോ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് എത്രത്തോളം റീച്ച് പോകുന്നുള്ളത്. ഒരു റീച്ച് പോകാത്ത വീഡിയോ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റീച്ച് എന്തെങ്കിലും കണ്ടന്റ് അപ്പൊ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വെഡിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓ ഇത് 1 മില്യൺ കൺഫേം എന്നുള്ള രീതിയിൽ പറയും. ചിലത് പറയും ഒരു ഡ്രൈ വെഡിങ് ആണ്, ഓ ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ കാണിക്കാൻ. നമുക്കൊരു വെഡിങ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നവരെ നമ്മള് ഒരു അലച്ചില്ലാണ്. എന്താണ് ഇതിന്റെ ഏത് വീഡിയോ നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് 5
സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സ് ക്രിട്ടിക്കൽ സംഭവമാണല്ലോ. അപ്പൊ ഈ 5 സെക്കൻഡ്സിലേക്ക് കൊടുക്കാനുള്ള എന്താന്നുള്ളത് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു വെഡിങ്ങിന് പോയിട്ട് ഇന്നൊരു സംഭവം കിട്ടിയെന്ന് അറിഞ്ഞാല് പിന്നെ നമ്മുടെ പണി പിന്നെ ബാക്കി ക്യാമറമാൻ ഇട്ടെടുക്കും. ആള് എന്താണ് നമുക്ക് വേണ്ട സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഫുഡ് റിവ്യൂസ് ഓർ പ്ലേസ് ഡിസ്കവറി റീൽസ്, ഇതിൽ ഏതാ പ്രിഫറൻസ് നിങ്ങൾക്ക്? വാട്ട് ഡു യു പ്രിഫർ? ഇസ് ഇറ്റ് ഫുഡ് റീൽ ഓർ നിങ്ങൾ പുതിയ സ്ഥലം പോയിട്ട് അത് ഡിസ്കവർ ചെയ്യുന്ന ആ റീലാണ് പ്രിഫറൻസ്? ഫുഡ് റിവ്യൂ ആണ് കുറച്ചുകൂടെ. ആണോ? അതാകുമ്പോ നമുക്ക് രണ്ട് സംഭവങ്ങൾ ഉണ്ടാവും. ഫുഡ് റിവ്യൂ അതിന്റെ കൂടെ പ്ലേസും കൂടെ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്തേക്ക് പോയിട്ട് അവിടുത്തെ പ്ലേസും എക്സ്പ്ലോർ ചെയ്യാം, അതോടൊപ്പം ഫുഡും എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വർക്കിന് പോകാന്ന് വിചാരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചെന്നൈയിൽ പോയിട്ട് ഒരു വെഡിങ് ചെയ്തു. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ചെന്നൈയിൽ പോയിട്ട് വെഡിങ് ചെയ്ത് തിരിച്ചു വരികയല്ലേ ചെയ്യാം. ആ പോണ വഴിക്ക് ചെന്നൈയിൽ വരെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ചെന്നൈക്ക് ചുറ്റിപ്പറ്റി എന്തൊക്കെയുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട്. ഇപ്പൊ ഒരൊറ്റ വെഡിങ് വീഡിയോനോ അല്ലെങ്കിൽ കണ്ടന്റ് ഇവന്റിന് പോവാണെങ്കിൽ അത് പ്ലസ് ഒരു 10 കണ്ടന്റ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരും. അതാണ് നോർമലി ഒരു സ്ട്രാറ്റജി. എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ആൻഡ് യു ലൈക്ക് വെരി ബോതേർഡ് അയ്യോ നെക്സ്റ്റ് കണ്ടന്റ് അത് അപ്പൊ നിങ്ങൾ ഉറക്കത്തിൽ നിങ്ങൾ കണ്ടന്റ് ആലോചിച്ച് നമ്മളൊക്കെ പ്ലാൻ ചെയ്യും. നമ്മൾ മധുരയിലൊക്കെ പോയിട്ട് അറൌണ്ട് ഒരു 10-13 സ്പോട്സ് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ അടുത്തടുത്താണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും റിലാക്സ് ചെയ്യാ, ഇതൊന്നും കണ്ടന്റ് ഒന്നും വേണ്ട, ക്യാമറ വേണ്ട, അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? എടുത്ത് അങ്ങനെ ഉണ്ട്. നമ്മള് ജനുവരി 1 to 5 അത് എടുക്കും. യു ഗോ ഫോർ റിലാക്സേഷൻ വെക്കേഷൻ വിതൗട്ട് എനി കണ്ടന്റ്. നിങ്ങളുടെ ജേർണി കൊണ്ട് ക്ഷീണായി പറഞ്ഞേ. ആ ഗ്രാഫിന്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ. ആ ടൈമില് നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കാം. 100%. ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ടല്ലോ, എന്താ മേക്ക് hay while the sun shines. നമ്മൾ ഇത്ര ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വന്നിട്ട് പിന്നീട് നമ്മൾ സങ്കടപ്പെടരുത്, അയ്യോ അത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. Honest review or brand safe review? Honest review or brand safe review? Brand safe review എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഫുഡിന്റെ കാര്യമാണെങ്കിൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു 6 ഐറ്റം 7 ഐറ്റം മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാല് ഉള്ള കാര്യം നമ്മൾ നേരിട്ട് പറയണം. ഇല്ലാത്ത കാര്യം നമ്മൾ കാണിക്കില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ കാണിക്കില്ല. കാരണം എന്തിനാ നമ്മൾ പബ്ലിക്കിന് വെറുതെ കൊടുക്കുന്നത്? ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അത് കാണിക്കില്ല. നമ്മൾ അവരുടെ അടുത്ത് പറയും ഇത് കാണിക്കാൻ പറ്റില്ല. അവര് ഓക്കെ ആയിരിക്കും. കാരണം പേഴ്സണൽ പ്രിഫറൻസിന്റെ മുകളിലാണ് എന്തായാലും സംഭവം ഇത് വരിക. പിന്നെ അതേമാതിരി തന്നെ ബ്രാൻഡ് പറയുന്ന സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക്സ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ ഹെയർ ഓയിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ പറയും, മുടി ഒരാഴ്ച കൊണ്ട് വളർന്നു എന്നൊക്കെ പറയും. നമുക്ക് സേഫ് ആയിട്ടുള്ള സെഗ്മെന്റുകളെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ അറൌണ്ട് ഒരു എനിക്ക് 2500 ബ്രാൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ എത്ര പോസ്റ്റ് ഉണ്ട്? അറൌണ്ട് 3000 പോസ്റ്റ് ഉണ്ട്. അതിൽ എന്നാലും ഒരു 1000 പോസ്റ്റ് ഞാൻ നാടകം കണ്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡ്സ്. അങ്ങനെ ബിക്കോസ് സീ അതിൽ നിങ്ങൾ ഓൾറെഡി ലെവറേജും കൊടുക്കാണ് അവർക്കും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയാണല്ലോ. ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ സ്റ്റാർട്ടപ്പ് ചെയ്ത് നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഷൂട്ടിംഗ് അലോൺ ഓർ ഷൂട്ടിംഗ് വിത്ത് ഫ്രണ്ട്സ്? ഷൂട്ടിംഗ് അലോൺ നടക്കില്ല. ഇല്ല അല്ലേ, നിങ്ങൾക്ക് വേണം ആള് വേണം. നിങ്ങളുടെ ടീമല്ല, ഫ്രണ്ട്സിന്റെ കൂടെയാണോ ടീമിന്റെ കൂടെയാണോ? അങ്ങനെ ചോദിക്കാം. ടീമിന്റെ കൂടെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് നല്ലത്. ഓക്കെ, ഈ ടീം നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്? ടീം എന്ന് പറയാനൊന്നുമില്ല, ഒരു ഷൂട്ട് ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടായാൽ മതി. ഓക്കെ, മതി. നമുക്കിപ്പോ നോർമലി മൊബൈൽ ഷോട്ട് ഒക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എടുക്കുമ്പോൾ, അല്ലാതെ ഇതല്ല കേട്ടോ പ്രൊമോഷണൽ വീഡിയോസ് അല്ല, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുന്ന വീഡിയോസ് ഇല്ല. അതിനൊക്കെ ഒരൊറ്റ ആള് മതി. ഒരാൾ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അത് മതി. കാരണം നമ്മള് മൊബൈൽ എപ്പോഴും നമ്മള് സ്പേസ് ഉണ്ടാക്കി വെക്കുക, നമ്മുടെ മുമ്പില് ഒരു കണ്ടന്റ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് ചിലപ്പോ ഒരു 3-4 ഫ്രണ്ട്സ് കൂടി നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ കണ്ടന്റ് ആക്ടിങ് മോഡൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. And lastly, from Kozhikode or to the world Kozhikode to the world എന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് ടു യു ആണ്, ഇനി നിങ്ങൾ വേൾഡ് ടു യു. നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം മാക്സിമം നമ്പർ ഓഫ് രാജ്യങ്ങൾ ഇങ്ങനെ കറങ്ങുക തന്നെയായിരിക്കും. നമ്മള് ബിക്കോസ് ഐ ഫീൽ അങ്ങനെയല്ല നമ്മൾ സ്റ്റോറീസും എക്സ്പീരിയൻസസ് അനുഭവിക്കുന്നത്. ഐ തിങ്ക് വി മേക്ക് മണി ടു ഫസ്റ്റ് നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും യാത്ര ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെ പഠിക്കാം. ലോകം ഒരുപാട് കാണാൻ. അതെ, 100%. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ നിങ്ങളുടെ പേര് ഇപ്പൊ കോഴിക്കോട് ടു യു ആണ്. സോ ഇതിന് മാറിയിട്ട് വേൾഡ് ടു യു എന്ന് എത്തിപ്പെടട്ടെ എന്ന് വി ഓൾ ആർ പ്രേയിങ് ഫോർ യുവർ ബ്യൂട്ടിഫുൾ ജേർണി അഹെഡ്. അങ്ങനെ തന്നെ. സോ താങ്ക് യു അശ്വിൽ ജി ഫോർ ടേക്കിംഗ് ടൈം ഓഫ് ആറ്റ് എല്ലാവരും ചെല്ലും. അശ്വിൽ ജി നമ്മുടെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് ആണ്.
എല്ലാരും ചൊല്ലുന്നു, but rarely do we listen fully. This is Ellarin Choluna, a fun space for amazing conversations, untold sides, small laughs, and stories that go beyond the screen. So stay tuned and have a beautiful chat with me. Let's sit back and talk.